കല്യാണം കഴിച്ച് മാരീഡ് കപ്പിളായതിനു ശേഷം ജീവിതത്തിൽ നമ്മൾ കടന്നു പോകുന്ന 5 സ്റ്റേജ് ഉണ്ട്. ആ 5 ഫേസാണ് ഞാൻ പറയാൻ പോകുന്നത്. രണ്ടാമത്തെ ഫേസ് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ നിങ്ങളേത് ഫേസില്ല എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ചോളൂ കേട്ടോ. ഇതിലേറ്റവും രസം തോന്നുന്ന ഒന്നാമത്തെ ഫേസ് എന്ന് പറയാൻ എന്താണെന്ന് നമ്പർ 1 അത് ഹണിമൂൺ സ്റ്റേജ് എന്നാ പറയാം. ജീവിതത്തിൻ്റെ രസതന്ത്രമൊക്കെ ഭയങ്കര രസമായിട്ട് കൊണ്ടുപോകുന്ന സമയം. അവിടെ ചുവപ്പ് നാടുകൾ ഉണ്ടാവില്ല. മാത്രമല്ല നിങ്ങളുടെ ബോണ്ടിങ് എന്ന് പറയുന്നത്, നിങ്ങളുടെ കെമിസ്ട്രി എന്ന് പറയുന്നത് ഭയങ്കര സിമിലർ ആയിരിക്കും എന്നുള്ളതാണ്. താരതമ്യം ചെയ്യാൻ പറ്റുന്ന ബോണ്ടിങ് നിങ്ങൾക്ക് ഉണ്ടാവുക. റിയാലിറ്റി ആയിട്ട് വലിയ ബന്ധമൊന്നും അത് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. രണ്ടാമത്തെ ഫേസ് എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്. നിങ്ങളെ നിലനിൽപ്പിനുള്ള ഒരു പവർ സ്ട്രഗ്ലിംഗ് ഫേസ് എന്ന് പറയുന്ന ഒരു സമയമാണ്. ജീവിതത്തിൽ പെട്ടെന്നുള്ള മാറ്റങ്ങളൊക്കെ അവിടെ പെട്ടെന്ന് നമുക്ക് ദർശിക്കാൻ സാധിക്കുന്നുള്ളതാണ്. അപ്പം തന്നെ നമ്മുടെ ആദർശങ്ങളൊക്കെ ഒന്ന് മാറ്റി വെക്കാൻ തുടങ്ങിയിട്ടേ നമ്മളൊരു ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു മോഡിലേക്കൊക്കെ നമ്മുടെ ജീവിതം അങ്ങ് മാറി തുടങ്ങുന്നതാണ്. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വലിയ വലിയ പ്രശ്നങ്ങളായിട്ട് നമുക്ക് തോന്നുന്ന ഒരു സ്റ്റേജാണ് രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. ഒരുവിധം കപ്പിൾസൊക്കെ ഇവിടെ സ്റ്റക്കായിട്ട് നിൽക്കുന്നതാണ് നമ്മൾ പലപ്പോഴും കാണുന്നത്. ഇതിന് മുമ്പൊക്കെ ആദ്യമൊക്കെ മനോഹരമായി തോന്നിയിരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വിരക്തിയും വിഷമവും ഇടങ്ങാറൊക്കെ തോന്നുന്ന ഒരു സമയമാണ് സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നത് കേട്ടോ. മൂന്നാമത്തെ ഫേസ് എന്താ നിങ്ങൾക്ക് അറിയാം? ആക്സെപ്റ്റൻസ് എന്നാ പറയുക. നമ്മൾ അംഗീകരിക്കുന്ന ഒരു സമയം, നമ്മളെ തന്നെ അംഗീകരിച്ചുകൊണ്ട് ആക്സെപ്റ്റ് ചെയ്യുന്ന, നമ്മുടെ പങ്കാളിയെ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സമയം. പല ആളുകളും ഉള്ളത് അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി തയ്യാറെടുക്കുന്ന സമയമാണ്. വേറെ നിവൃത്തിയൊന്നുമില്ല. ഇത് തന്നെയാണ് ഇവിടുന്ന് അങ്ങോട്ടുള്ള ജീവിതം, എൻ്റെ പങ്കാളി ഇത് തന്നെയാണ് എന്ന് മനസ്സിലാക്കി അവളുമായിട്ട് സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകുന്ന ആഗ്രഹിക്കുന്ന നിമിഷങ്ങളാണ് തേർഡ് ഫേസ് എന്ന് പറയുന്നത്. ചില ആളുകളൊക്കെ ഇവിടെ വെച്ചിട്ടേ ജീവിതം ക്വിറ്റ് ചെയ്ത് പോകാറുണ്ട്. ഇതിലൊരു എക്സൈറ്റ്മെൻറ്റ് തോന്നാതെ അവരങ്ങ് ക്വിറ്റ് ചെയ്ത് പോകും. ഡൈവേഴ്സിലേക്കും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ പോകുന്നവരുണ്ട് കേട്ടോ. അത് നിങ്ങൾ ആലോചിക്കണം. പക്ഷേ ഇത് മൂന്നാമത്തെ ഫേസ് എന്ന് പറയുന്നത് ഇവിടെ ആക്സെപ്റ്റൻസിൻ്റെ ഫേസ് നല്ലൊരു ഫേസാണ്. നാലാമത്തെ എന്താണെന്ന് അറിയാം? റിയൽ കമ്മിറ്റ്മെൻറ്റ് എന്ന് പറയും, യഥാർത്ഥ പ്രതിബദ്ധത എന്ന് പറയും. അതായത് സൗകര്യത്തിൻ്റെ അല്ലെങ്കിൽ കൺവീനിയൻസിൻ്റെയോ അല്ലെങ്കിൽ സാഹചര്യങ്ങളുടെ അല്ലെങ്കിൽ കണ്ടീഷൻസിൻ്റെയോ ഒക്കെ അടിസ്ഥാനത്തിലൊന്നും ഉള്ളതൊന്നും ആവില്ല. അത് നിങ്ങൾക്ക് ദീർഘകാലം നിലനിൽക്കുന്ന ഒന്നാണ് ഇത് നിർമ്മിക്കുന്നത് എന്നുള്ള ബോധത്തോടു കൂടെ നിങ്ങൾ ആ സ്റ്റേജിലൂടെ കടന്നു പോകുന്നുള്ളതാണ്. ഇതൊക്കെ സ്ഥിരമായിട്ട് നിലനിൽക്കുന്ന ഒരു നിർമ്മിതിയിലൂടെ തന്നെയാണ് നിങ്ങളുടെ ജീവിതം കെട്ടിപ്പടുക്കുന്ന ഒരു സ്റ്റേജാണ് ഈ കമ്മിറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അഞ്ചാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് വൺനെസ് എന്ന് പറയുന്നത്. അത് നിങ്ങൾ രണ്ടുപേരും ഒന്നാകുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. ഒന്നാണെന്ന് തോന്നുന്ന ഒരവസ്ഥ. പരസ്പരം സ്വയം മനസ്സിലാക്കി, സ്വയം തിരിച്ചറിഞ്ഞ്, അതുപോലെ തന്നെ അതിലേക്കുള്ള വഴി എന്ന് പറയുന്നത് വെറും ഒരു വൈകാരികമല്ല, ഇത് വികാരത്തിൻ്റെ ഒരു നിർമ്മിതിയിലൂടെ എല്ലാം ഉണ്ടാക്കിയതെന്ന് മനസ്സിലാക്കുന്ന ഒരു സമയമാണ്. മറ്റൊരു രീതിയിൽ പറഞ്ഞത് ഈ വൺനെസ് എന്ന് പറഞ്ഞാൽ, ഒന്നാവുക എന്ന് പറഞ്ഞാൽ തമ്മിൽ ഒരാൾ മറ്റൊരാളെക്കാൾ ആഴത്തിൽ മനസ്സിലാക്കുന്ന ഒരവസ്ഥയാണ്. പക്ഷേ അത് വെറും താൽക്കാലിക വികാരങ്ങളെ പിന്തുടർന്ന് നേടുന്ന ഒന്നല്ല എന്നുള്ള ബോധം നിങ്ങൾക്കുണ്ടാവുകയും ചെയ്യും. ആഴത്തുള്ള ബന്ധവും ആത്മീയമായ വളർച്ചയുമാണ് അതിലേക്കുള്ള വഴിയെന്ന് മനസ്സിലാക്കുന്ന വൺനെസ്, ഒന്നായി തീരുന്ന അഞ്ചാമത്തെ അവസാനത്തെ ഫേസ് എന്ന് പറഞ്ഞത്. ഇതിൽ ഏത് ഫേസിലാണ് നിങ്ങളുള്ളതെന്ന് പറഞ്ഞു തരാം. നിങ്ങൾ ഭർത്താവിനോ ഭാര്യയോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്കട്ടെ ഏത് ഫേസിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഒരുപാട് സ്നേഹം മാത്രം. താങ്ക് യു.